എല്ലാവരുടെയും മനോഹരം. ഹെൽമെറ്റ് എടുത്തു ഒരു മിനിറ്റ് അതാവില്ലെന്നോ അപ്പൊ നമ്മൾ 2 ലോക്കർ ഉണ്ട്. അപ്പൊ എടുക്കണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് 100 രൂപയുടെ 150 രൂപയുടെ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് ഒരേ സമയം 2 രണ്ടെണ്ണം ക്ലീൻ ചെയ്യും. പിന്നെ ഫുൾ ക്ലീൻസ് ഉള്ളിലെ പാഡിംഗ് ആണ് സ്റ്റീം വെച്ച് ക്ലീൻ ചെയ്യുക. സ്റ്റീം ക്ലീനിങ് ആണ്. പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകം വെച്ചാൽ സ്റ്റീം ക്ലീനിങ് ഒപ്പം തന്നെ UVയും ഓസോണും കൂടിയാണ്. ഓസോൺ ഉള്ളതുകൊണ്ട് ഇച്ചിരി അടവായിരിക്കും. അത് കാണിച്ചത് 2 മെത്തേഡുണ്ട്. സ്കാൻ ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക, ക്യാഷ് പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്യുക. ചെയ്തോ സ്കാനെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നോക്കണം. വൈസർ അടച്ചിട്ട് ഈ ഗ്ലാസ് അടച്ചിട്ട് വെക്കാം. അപ്പൊ ആ സ്റ്റീം ഫുള്ള് കറിക്കും. സ്റ്റാർട്ടായി. അപ്പൊ ആദ്യം കാണിക്കുന്നത് UV ആണ്. ആ നീല വെളിച്ചം അത് UV ഈ സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് UV കഴിഞ്ഞിട്ട് ഓസോണിലേക്ക് പോകും. ഓസോണിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റീം കാണിക്കുന്നത്. ഏറ്റവും അവസാനമാണ് സ്റ്റീം എടുക്കുന്നത്. സ്റ്റീം കുറച്ച് ചൂട് ടോട്ടല് 6 മിനിറ്റ്. അതുപോലെ സമയം കാണിക്കും. അത് ഈ സ്റ്റീം കുറച്ച് ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് അവസാനമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റീം കൊടുത്ത് ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഈ വെള്ളമായിക്കോട്ടെ വെള്ളം ഉണ്ടാവും. അത് വലിക്കാനായിട്ട് ഡ്രൈയും ഉണ്ടാവും. ഡ്രൈയും കൂടി കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കപ്പെടും. അപ്പൊ ഈ സമയം കഴിയുമ്പോൾ ഈ 160 സെക്കൻഡ് 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ. പരിപാടിയില്ല. ധനലക്ഷ്മി ബാങ്കിന്റെ അവിടെ ഇല്ല ഇറങ്ങാൻ പോകുന്നു. നമുക്ക് ബി എടുത്തിട്ട് ബി ക്ലീൻ ചെയ്യാം. രണ്ടും സമയത്ത് ചെയ്യാം. 2 ഒരേ സമയത്ത് ചെയ്യാം. ഞാൻ പ്രതികരിക്കും. ക്യാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതില്ലല്ലേ, അത് വലിച്ചോളാം. വലിച്ചാൽ കാലത്തേക്ക് 10 തുടങ്ങി 100 എടുക്കും. 150 സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. 100 രൂപ എടുക്കണം. 200 എടുക്കില്ല. 200 500 എടുക്കും. ചേഞ്ച് ചെയ്യാനായിട്ട് ആവില്ല. ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇടുക ചെയ്യും. 100 രൂപ എടുക്കും. നോട്ടുകൾ സ്കീമായി.
അവസാന സമയത്ത് യു വിയും ഓസോണും ഈ സ്റ്റീമും ഉണ്ടാവും. യു വി ഓഫ് ആയിട്ടില്ല, മൂന്നും ഒരുമിച്ചാണ് വിളിക്കുക. ഓസോൺ എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല നമുക്ക്. ഓസോൺ ഗ്യാസ് O3 അതാണ്. ശരിക്കും ഒരു പബ്ലിസിറ്റി കൊടുക്കണം, കാരണം ആളുകൾക്ക് അത്രയ്ക്ക് ഇങ്ങനെ സംഭവം നല്ലതാണല്ലോ. ഇതിപ്പോ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല. എല്ലാവരും ചെയ്യേണ്ടത് ഉള്ളിലത്തെ പാഡിങ് എല്ലാം ഊരെടുത്തിട്ട് സ്വയം ക്ലീൻ ചെയ്ത് ബക്കറ്റിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു മണിക്കൂറിന്റെ പരിപാടി 10 മിനിറ്റായി കുറക്കണം. പക്ഷെ അത്ര ഫുള്ള് ചെളി അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ അത് അത്ര ചെളിയുള്ളത് നമ്മ വേറെ ക്ലീൻ ചെയ്യണം. ജസ്റ്റ് നമുക്ക് കേട്ടുള്ള ക്ലീനിങ് മാത്രം. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഹെൽമെറ്റിന് സ്മെല്ല് മാറി കിട്ടണം. മറ്റേത് നമുക്ക് ആ ചെടിയൊക്കെ പോകണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മെഷീനിൽ അത്രയും സൗകര്യം ഉണ്ടാവില്ല. അല്ല, എന്നാലും എല്ലാവർക്കും എല്ലാം എളുപ്പം വഴിക്കാണല്ലോ എല്ലാവരും നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒന്ന് കുറച്ച് പബ്ലിസിറ്റി ഉണ്ടായാൽ നന്നായിട്ട് ഇതാവും. ഇപ്പൊ സെൽഫ് ക്ലീനിങ് സ്റ്റാഫും ഇല്ല, കസ്റ്റമർ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്നുള്ളൊരു മാർഗം ATM ഒക്കെ പോലെ ഡ്രൈയിങ്ങിലേക്ക് പോയി വന്ന വെള്ളം ക്ലീൻ ആക്കി പഠിക്കണം. അപ്പൊ ഡ്രൈയിങ് കഴിയുമ്പോഴേക്കും വന്ന വെള്ളം പോയിട്ടുണ്ടാവും, കുറച്ച് നനവുണ്ടാവും. രാവിലെ നിങ്ങൾ വന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ട് പോകും. 24 ആണ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സ്റ്റാഫില്ലാത്ത 24 ഓപ്പൺ ആക്കി ATM പോലെ തന്നെ ഇത് ലോക്കല്ല. സ്റ്റാഫിണ്ടായിരുന്നെങ്കിൽ രാത്രി കൂട്ടണമായിരുന്നു, അവർക്ക് പോകണമല്ലോ. ഇതിപ്പോ സ്റ്റാഫില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ 24 ഓപ്പൺ ആക്കി ഇട്ടേക്കാം. അത് ഇവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ആൾക്കാർ ഇപ്പൊ രാത്രി വരുന്നുണ്ടോ. ഈ പറഞ്ഞ പോലെ ഈ വണ്ടികളുടെ കടകളിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അറിയണ്ടേ സംഭവം. ഓഫീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പേജിലിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്റെ ഹെൽമെറ്റിന്റെ കടകൾ ഇവിടെ എടുത്തോളം എടുത്ത് പറഞ്ഞു പറഞ്ഞത് തന്നെ വണ്ടിയൊക്കെ കൊടുക്കുന്ന കടകളിൽ കൂപ്പണ അല്ലെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞേ ഞങ്ങാണ്ട് കേട്ടിട്ടില്ലേ നമ്മള് പുതിയ സംരംഭങ്ങള് പന്നതല്ലേ നല്ലതല്ലേ. ഇത് തുടങ്ങാൻ കാരണം വെച്ചാല് ഞാൻ റൈഡേഴ്സാണ്, എന്റെ പാർട്ണർ റൈഡറാണ്. നമ്മളിപ്പോ റൈഡൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് എപ്പോഴും മുഷിക്കാറുണ്ട്. പെട്ടെന്ന് സ്ഥലത്ത് പോകുമ്പോ ക്ലീൻ ചെയ്യാൻ കാണാറുണ്ട്. എല്ലാ റൈഡെല്ലാം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണ് ക്ലീൻ ചെയ്യണം. അപ്പൊ എവിടെയെങ്കിലും ഇതുപോലെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം, ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഫ്രഷായിട്ട് അടുത്ത യാത്രക്ക് പോവാം. പാർട്ണറൊക്കെ പോയിട്ടാണ് കൂട്ടുകാരൻ. നമ്മൾ രണ്ടുപേരെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പൊ തിരിച്ചു പോയി. ഞാനും പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പണാണ്. ചെറിയ ചൂടുണ്ടാവും. പത്തിരുപത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകും. അപ്പൊ ശരി, താങ്ക് യു മാഡം. ശരി.